എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സ്, അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതുപോലെ MSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് amcsfnck.com വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു amcsfnck.com/app ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു AMCS FNCK വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കോഴ്സസ് എന്നുള്ളതിൽ നഴ്സിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ BSc നഴ്സിംഗ് ആണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ BSc നഴ്സിംഗ് കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട്, ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കുന്നതിന് മുമ്പായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പേജിൽ ലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മുഴുവനായിട്ട് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ആ ഒരു പേജ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് നോക്കുന്ന സമയത്ത് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ചേഞ്ച് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ന്യൂ ആയിട്ട് ആർക്കൊക്കെയാണ് കിട്ടിയുള്ളത് എന്നിങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കൂടി ഇതിൽ ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് കോളേജ് വൈസ് ലിസ്റ്റ് എങ്ങനെ നോക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് ഒന്ന് നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോവുക. അപ്പോൾ നേരത്തെയുള്ള ആ ഒരു പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കോളേജ് വൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഓരോ കോളേജിനും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഓരോ കോളേജിൻ്റെയും പേരും അതുപോലെ കോളേജിൻ്റെ കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമല കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ആ ഒരു കോളേജിൻ്റെ ജസ്റ്റ് നോക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ജസ്റ്റ് ആ ഒരു കോളേജ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇവിടെ കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടേതാണ്. അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിൽ പോകുന്നതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് ഒരു പേജ് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് നെക്സ്റ്റ് പേജിലേക്ക് പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ഓരോ കോളേജിലെയും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഡീറ്റെയിൽസ് കോളേജ് വൈസ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു കോളേജിൻ്റെ പേര് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് അതിൽ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് പരിശോധിക്കാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് പരിശോധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക. അതായത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ടുള്ള 25,000 രൂപ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് AMCS FNCK വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചലാൻ വഴി ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ചലാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് ബാങ്ക് വഴി നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ആ ഒരു ചലാൻ്റെ റെസിപ്റ്റ് ഡീറ്റെയിൽസും അതിൻ്റെ ആ ഒരു ചലാൻ നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് അടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് 2 ഇന്നാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 6 വരെ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം മുകളിലായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്, അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ഷാൽ കൺഫേം their allotment online at the above notified time and dates on the association website amcsfnck.com, following which the offer of admission will stand cancelled. The candidate will lose all future claims for online allotment if they fail to confirm the admission online on or before August 6th
എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 6-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അതായത് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയും ഇല്ല എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് ഓഗസ്റ്റ് 8-ാം തീയതി, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷമാണ്. അപ്പോൾ ഓഗസ്റ്റ് 8 മുതൽ 12 വരെയാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ഹാജരാവേണ്ടത്. പ്രവേശനം ലഭിച്ച കോളേജുകളിൽ നേരിട്ട് ഹാജരാവുകയും വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുകയും പ്രവേശന നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് ഓഗസ്റ്റ് 8 വ്യാഴാഴ്ച മുതൽ 12 തിങ്കളാഴ്ച വരെയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പിന്നീട് വിദ്യാർത്ഥികളെ വെബ്സൈറ്റ് വഴി അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കൺഫേം ചെയ്തിട്ടില്ല, അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ അസോസിയേഷൻ്റെ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ടുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതല്ല എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 6-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ്, അതായത് ആ ഒരു അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്, നിങ്ങൾ പ്രോസ്പെക്ടസിൽ നിർദ്ദേശിക്കുന്ന എല്ലാ രേഖകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കോളേജിൽ നേരിട്ടെത്തി പ്രവേശനം നേടുന്നതിന് നിശ്ചയിച്ച വെബ്സൈറ്റിൽ അറിയിക്കുകയും, അതായത് ആ ഒരു ഡേറ്റ് നിങ്ങളെ വെബ്സൈറ്റ് വഴി അറിയിക്കുകയും ആ ഒരു അറിയിക്കുന്ന ദിവസങ്ങളിൽ പ്രവേശനം നേടിയ കോളേജിലെ പ്രിൻസിപ്പാളിന് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ നൽകേണ്ടതുമാണ്, അത് സമർപ്പിക്കേണ്ടതുമാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്ന വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രവേശനം റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾ എങ്ങനെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യണം, അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യണം എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുന്നതിനായിട്ട് നിങ്ങളുടെ അപേക്ഷയുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ, അതായത് amcsfnck.com വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് താഴെ പറയുന്ന 3 കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉപയോഗപ്പെടുത്തിയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചലൻ യൂസ് ചെയ്തോ 1-ാം വർഷ ഫീസിൻ്റെ ഭാഗമായിട്ടുള്ള 25,000 രൂപ നിങ്ങൾക്ക് അടക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, ഹയർ ഓപ്ഷൻ കോളേജ് മുൻഗണനകൾ മാറ്റുന്നതിനെ റദ്ദ് ചെയ്യുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്ന് സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 5-ാമത്തെ ഓപ്ഷനാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് 2-ാമത്തെ ഓപ്ഷൻ റിമൂവ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു മുകളിലുള്ള മുഴുവൻ ഓപ്ഷനെയും റിമൂവ് ചെയ്യണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്നുള്ളത് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം യെസ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന കോളേജിന് മുകളിൽ നേരത്തെ നിങ്ങൾ നൽകിയിരുന്ന കോളേജ് മുൻഗണനകൾ, അതായത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് റദ്ദ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് റദ്ദ് ചെയ്യുന്നതിനോ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ യെസ് എന്ന് സെലക്ട് ചെയ്യുക. ഒന്നും ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നോ എന്ന് തിരഞ്ഞെടുത്താൽ നിങ്ങൾ നേരത്തെ നൽകിയിരിക്കുന്ന ഹയർ ഓപ്ഷൻ തുടർന്നും ലഭ്യമായിരിക്കും. മേൽപ്പറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകാരം അപേക്ഷകർ നിലനിർത്തിയിരിക്കുന്ന കോളേജ് മുൻഗണനകൾക്കനുസരിച്ച് അടുത്ത അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുന്ന പക്ഷം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ചെയ്യുന്ന കോളേജിലേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവസാനമായിട്ട് കൺഫേം എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിശ്ചിത സമയത്തിനുള്ളിൽ മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇമെയിൽ സന്ദേശം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ നടന്ന അലോട്ട്മെൻറ്റിൽ തങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് സ്ഥിരീകരിച്ചവരും അലോട്ട്മെൻറ്റ് സ്ഥിരീകരിച്ച അതേ കോളേജിലെ തന്നെ മറ്റൊരു വിഭാഗത്തിലേക്ക് അലോട്ട്മെൻറ്റ് മാറിയിട്ടുള്ളവരും, അതായത് ഈ ഒരു കൺഫേംഡ്, ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി, അതുപോലെ കൺഫേംഡ് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ, അതുപോലെ ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി, എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ, ഈ രീതിയിൽ വരുന്നവർ ഈ ഒരു അലോട്ട്മെൻറ്റിനെ തുടർന്ന് പ്രത്യേകമായിട്ടും ഒന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ലഭിച്ച് പുതിയ കോളേജിലേക്ക് മാറിയിട്ടുള്ളവർക്ക് ഈ ഒരു മുൻ അലോട്ട്മെൻറ്റിൽ 25,000 രൂപ ഓൺലൈനായിട്ട് അടച്ചിട്ടുള്ളതിനാൽ വീണ്ടും അടയ്ക്കേണ്ടതില്ല എന്നതിനാൽ മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന തീയതികളിൽ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുന്നതിനായിട്ട് നിങ്ങളുടെ അപേക്ഷയുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ amcsfnck.com ലോഗിൻ ചെയ്ത് താഴെ പറയുന്ന 2 കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പൂർത്തീകരിക്കേണ്ടത്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും മുൻഗണനകൾ മാറ്റുന്നതിനോ, അതായത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ മറ്റോ ലഭിച്ചിട്ടുണ്ടായിരുന്നത്
അഞ്ചാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മുഴുവനായിട്ട് റിമൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതിനായിട്ട് യെസ് എന്ന് ലോഗിൻ ചെയ്ത ശേഷം തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കോളേജിന് മുകളിൽ നേരത്തെ നൽകിയിരിക്കുന്ന കോളേജ് മുൻഗണനകൾ നിങ്ങൾക്ക് മാറ്റുകയും ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ടതില്ല എങ്കിൽ നോ എന്ന് തിരഞ്ഞെടുത്താൽ നിങ്ങൾ നേരത്തെ നൽകിയിരിക്കുന്ന ഹയർ ഓപ്ഷൻ തുടർന്നും ലഭ്യമായിരിക്കും. മേൽപ്പറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകാരം അപേക്ഷ നിലനിർത്തിയിരിക്കുന്ന കോളേജ് മുൻഗണനകൾ അനുസരിച്ച് അടുത്ത അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുന്ന പക്ഷം പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ചെയ്യുന്ന കോളേജിലേക്ക് നിർബന്ധമായിട്ടും മാറേണ്ടതാണ്. അവസാനമായിട്ട് നിങ്ങൾക്ക് കൺഫേം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നിശ്ചിത സമയത്തിനുള്ളിൽ മുകളിൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ അലോട്ട്മെൻറ്റ് ഓൺലൈനിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇമെയിൽ സന്ദേശം നിങ്ങളുടെ ഈ ഒരു രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ നേടുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അത് റദ്ദ് ചെയ്യുന്നതിനും അതായത് ചില വിദ്യാർത്ഥികൾക്ക് LBSലോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലൊക്കെ അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകളിലൊക്കെ പ്രവേശനം ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ അടച്ച ഫീസ് അത് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിശ്ചിത ദിവസത്തിനകം അതായത് ആ ഒരു നിശ്ചിത സമയത്ത് നിങ്ങൾക്ക് അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് റീഫണ്ടിനായിട്ട് അതായത് അഡ്മിഷൻ ഓൺലൈനായിട്ട് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതിനുള്ള സൗകര്യം വിദ്യാർത്ഥികളെ പിന്നീട് അതായത് വെബ്സൈറ്റ് വഴി ആ ഒരു ഡേറ്റ് അറിയിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് അഡ്മിഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് റദ്ദ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.